ഹായ് ഹലോ. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അമ്മ പരത്തി തന്ന് കുഴച്ച് തന്നു. ഞാൻ അത് ചൂടാക്കി എടുത്തതേ ഉള്ളൂ, ചുട്ടെടുത്തതേ ഉള്ളൂ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു. വെട്ടയില്ല ഇവിടെ ഒട്ടുമില്ല. അപ്പോൾ അങ്ങനെ ചപ്പാത്തി കഴിച്ചു. പിന്നെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ടാരോ പഠിക്കണമായിരുന്നു, പക്ഷെ കുറേ ടാരോ റീഡിങ് ഞാനെടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഫോണിൽ സ്പേസ് ഇല്ല, കുറവാണ്. അപ്പം ഇത് ഇനി ടാരോ റീഡിങ് എനിക്ക് മാം ക്ലാസ് അയച്ചു തരുമ്പോൾ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്ന ടാരോ റീഡിംഗ് എല്ലാം കേട്ടിട്ട് കുറച്ച് സേവ് പ്ലേലിസ്റ്റോ ലൈക്കോ അങ്ങനെ കൊടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ സ്പേസ് വരും ഫോണിൽ. ഗാലറി കിടക്കണമെന്നും ഡിലീറ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. എന്നിട്ട് അങ്ങനെ അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നതിനെ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയി. ഞാൻ ഉറങ്ങുമ്പോൾ കുറേ താമസിക്കും, ഞാൻ ലേറ്റായിട്ടാണ് ഉറങ്ങണത്. അതങ്ങനെ ശീലമായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. എണീക്കണേ ലേറ്റായിട്ടാണ്. അത് ശീലം മാറ്റണമെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് സഡൻ ചേഞ്ചസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പതിയെങ്ങാനും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. നാളെ അപ്പോൾ ഇത് ഇത്രയും വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസമാണ്. രാമചന്ദ്രനിലെ അമ്മയ്ക്ക് ഒരു സാരി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ പുതിയതെടുത്ത ഡ്രസ്സുണ്ട്, ഞാൻ ഇടാത്ത ഡ്രസ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഇട്ടതായാലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കോവിലിൽ മാത്രം ഇടണ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറ്റുമെങ്കിൽ 1-2 അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറ്റുമെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നെടുത്ത് ഇട്ടാൽ മതി പൊങ്കാലയ്ക്ക്. പുതിയത് തന്നെ ഇടണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ക്ഷേത്രത്തിൽ ഇടാൻ വേണ്ടി വെച്ചേക്കുന്ന ഡ്രസ്സ് പൊങ്കാലയ്ക്ക് ഇട്ടിട്ട് പോകാറുണ്ട്. അല്ലാതെ എല്ലാ മിക്ക പൊങ്കാലയ്ക്കും പോകാറുണ്ട്. തിരുവനന്തപുരത്താകുമ്പോൾ അറിയാമല്ലോ, ഇഷ്ടംപോലെ പൊങ്കാലയുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഓരോ ഡ്രസ്സ് എടുക്കുക പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. ക്ഷേത്രത്തിൽ ഇടാൻ വേണ്ടി വെച്ചേക്കുന്ന ഡ്രസ്സിന് പൊങ്കാലയ്ക്ക് ഇട്ടിട്ട് പോകാറാണ് പതിവ്. എനിക്കതിൻ്റെ ടെക്നിക്കൽ വശമൊന്നും അറിയില്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നാളെ ചിലപ്പോൾ അമ്മയ്ക്ക് സാരി എടുക്കാൻ പോവുകയാണെങ്കിൽ ഒന്ന് പുറത്ത് പോയി എന്തെങ്കിലും ഫലൂടെ എന്തെങ്കിലും കുടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് വരണമെന്ന് എനിക്കുണ്ട്. ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ നാളെ പറ്റില്ല മിക്കവാറും, കാരണം ഫുൾ തിരക്കായിരിക്കില്ലേ. പറ്റുമെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം. അതെല്ലാം കൂടി ചേർത്ത് ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോയും കൂടെ ചേർത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് പൊങ്കാല കഴിഞ്ഞിട്ട് ഇടാം. വലിയ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറ്റണ അത്രയും വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കാം. അത്രയേ ഉള്ളൂ. ശരി. അപ്പോൾ രാത്രി എന്തെങ്കിലും കഴിച്ചിട്ടേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ, വിശക്കും. അതുകൊണ്ട് എന്തെങ്കിലും റൂമിൽ വെച്ചേക്കും, പഴമോ അങ്ങനെ എന്തെങ്കിലും. ഇതിപ്പോൾ പേട പോലത്തെ ഒരു മിഠായി അതിരുന്നത് കൊണ്ട് അത് കഴിക്കുവാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി, ഇത് ലൈറ്റായിട്ട് കഴിച്ചാൽ മതി, പക്ഷെ കഴിക്കണം. അത് കഴിക്കാൻ പാടില്ല, അതിൻ്റെ പിന്നിലെ കഥ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഒരു ദിവസം. പക്ഷെ കഴിക്കാനേ പാടില്ല രാത്രി, പ്രത്യേകിച്ച് പഠനമൊക്കെ ഉള്ളവർ പാതിരാത്രി കഴിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും വേണം. ഈ ഡ്രസ്സാണ് ഇടാൻ പോണത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് എന്തോ എടുത്തതാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ ഓൺലൈനിൽ നിന്ന് എടുത്താൽ അത്ര സെറ്റ് ആവാറില്ല, ഇത്തിരി വണ്ണം കൂടുതലൊക്കെ ഉള്ളതുകൊണ്ടേ. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ഇതെടുത്തിട്ട് 3-4 വർഷമായി. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല നാളെയാണ്, ഇന്നൊന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം രാവിലെ ഒരു 10:30 ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു. ബ്രദർ വന്ന് വിളിച്ചുണർത്തി. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്നൊന്ന് ഇറങ്ങിയത്. ഇതാണ് ഔട്ട്ഫിറ്റ്. അത്രയേ ഉള്ളൂ. ഇത് കുരുങ്ങി കിടക്കുവാണ് ഈ ദേഹരക്ഷ, പുതിയ ദേഹരക്ഷയാണ്. അതുകൊണ്ടത് നമുക്ക് ഊരി മാറ്റാൻ പറ്റില്ല, നൂല് മാറ്റി ഇടാനേ പറ്റുള്ളൂ മാലയിൽ കുരുങ്ങുമ്പം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഫുഡൊന്നും കഴിക്കാനില്ല, ഇറങ്ങാം. പറ്റുമെങ്കിൽ താഴെ പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങാം. പിന്നെ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഇത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വലിയമ്മയുടെ വീട്ടിൽ നിന്ന് തെരളി മരത്തിൽ നിന്ന് ഈ ചെടിയുടെ മരത്തിൽ നിന്ന് ഒടിച്ചു കൊണ്ട് വെച്ചേക്കുവാണ്. നല്ല ഫ്രഷ് അല്ല, നമുക്ക് ആ തൈ തന്നു, പക്ഷെ അത് കരിഞ്ഞു പോയി, ചെറിയ തൈ. അതുകൊണ്ട് എനിക്ക് വേറെ തരും അവർ വരുമ്പോൾ. അപ്പോൾ ഇത്
നാളെ പൊങ്കാലയ്ക്ക് എടുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഞാൻ പൊങ്കാലയുടെ വിശേഷങ്ങളും കൂടെ കാണിച്ച് പോവാം. അതിനകത്തൊരു പഴക്കൊലയുണ്ട്. നന്നായിട്ട് കാച്ചി വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. ഇപ്പോൾ പൂ പൂത്ത് നിൽപ്പുണ്ട്, കാണാൻ ബുദ്ധിമുട്ടാണ്. നല്ല മാങ്ങയാണ്, പക്ഷേ നിന്ന് പഴുത്താൽ പുഴുത്തു പോവും. അതിനു മുമ്പ് പറിച്ച് പഴുപ്പിച്ചെടുക്കണം. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. വാളൊക്കെ എടുത്തൊക്കെ തീർന്നിട്ട് ഒരെണ്ണം എന്തെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ശരിയാക്കും. കരി വരണ്ട. പിന്നെ നോക്കട്ടെ, ചരിച്ച് കാണിക്കും. ഇല്ല, ഞാനങ്ങനെ എനിക്ക് വേണ്ടത് എടുക്കണം. അത് നോക്കിക്കോ. അത് അമ്മയ്ക്ക് ആ ടൈപ്പ് നോക്കണം. കുറേ പണ്ട് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു വന്നിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നു പണ്ട്. അമ്മയ്ക്ക് ഇത് തന്നെ ഇഷ്ടം. മധുരം ഉണ്ടാക്കുന്ന കഴിക്കും. ഫലം വാങ്ങിക്കാന് ഇല്ല. എന്തോന്ന് കാപ്പി? ദോശയുണ്ട്, ചപ്പാത്തി. ഇന്നലത്തെ ചപ്പാത്തിയും കുറച്ചിരിക്കുന്നു. രണ്ട് ദിവസത്തെ മഴ കൊണ്ട് ഭൂമിയെല്ലാം നല്ല തണുത്തു. വലിയ മഴ ഇവിടെ പെയ്തില്ലായിരുന്നു. വലിയൊരു മഴ പെയ്തു. പുറത്ത് ചൂട് സാധാരണ ഇട്ടിട്ട് പോലും ഇത്രയും ചൂട്. അങ്ങനത്തെ
പുറത്ത് പോയിട്ട് വന്നു. ഞാൻ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റണം. ഇനി പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോയിട്ട് എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കും. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഈ വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഞാൻ ഉദ്ദേശിക്കുന്ന ചാനലിൽ തന്നെ ഒരു കുഞ്ഞു ചാനലുണ്ട്, അതിലോട്ടാണ് ഇപ്പോൾ ഇടാമെന്ന് വിചാരിക്കണം. വേറൊരു ചാനലുണ്ട് മലയാളം, പക്ഷേ അതിൽ ഇനി ടാരോ റീഡിംഗ് ആയിരിക്കും ഞാൻ ചിലപ്പോൾ ഇടുക. അത്രയേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ പൊങ്കാല വീഡിയോ അടുത്തൊരു വ്ളോഗായിട്ട് പറ്റുമെങ്കിൽ ഇടാം. നോക്കട്ടെ. ഇത് ഞാൻ ഇന്ന് രാമചന്ദ്രനിൽ പോയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ടിരുന്ന പൂവിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ പൂവാണ്. ഭയങ്കര ഫ്രഷൊന്നും അല്ല, എന്നാലും ഇനി നാളെ പോയി നാളത്തേക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നങ്ങ് വാങ്ങി. സാധാരണ പൊങ്കാലയ്ക്ക് പൂ വയ്ക്കണം, അപ്പോൾ അതൊന്നും ഇല്ല. ഇന്ന് കിട്ടിയോണ്ട് വാങ്ങിയതേ ഉള്ളൂ പോയതുകൊണ്ട്. ഇത് അവിടെ റോഡിലിങ്ങനെ വെച്ചുകൊണ്ടിരുന്നതാണ്. ഒരെണ്ണം 20 രൂപ, അങ്ങനെ 2 എണ്ണം എടുത്തു. 50 രൂപ കൊടുത്തിട്ട് വന്നു. ആ കൊച്ച് സംസാരിക്കില്ല. അത് അറിഞ്ഞല്ല വാങ്ങിക്കാൻ പോയത്. കൊച്ചുകുട്ടി ആയതുകൊണ്ട് ഒരു അമ്മയുണ്ട്, അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ചപ്പോൾ മനസ്സിലായി സംസാരിക്കില്ലെന്ന്. പിന്നെ ഒന്നുകൂടി വാങ്ങിച്ചു. 50 രൂപ കൊടുത്തിട്ട് വന്നു. ഇത് ആവശ്യമില്ല. പിന്നെ എൻ്റെ വീട്ടിലൊരു കുഞ്ഞുകുട്ടിയുണ്ട്, അവൾക്ക് കൊടുക്കാം. പിന്നെ എനിക്ക് വേണമെങ്കിൽ തലയിൽ ഇടാം. പക്ഷേ ഇത് ആവശ്യമായിട്ട് വാങ്ങിച്ചതല്ല. പിന്നെ പൊങ്കാലയല്ലേ, ഒരു പുണ്യപ്രവൃത്തി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഇന്ന് മാർച്ച് 2026 മാർച്ച് 2-ാം തീയതിയാണ്. അതായത് നമുക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താ, ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം. നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പം നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാ തൊട്ട് മാർച്ച് 4-ഓ 5-ഓ തൊട്ട് എനിക്കിപ്പോൾ ഒരു 92 kg വരും. ഞാൻ ഇപ്പോൾ വെയിറ്റ് ഞാൻ നോക്കിയിട്ട് അത് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ അടുത്ത ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പം ഞാനൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഡയറ്റ് ഒന്നുമില്ല, ഡയറ്റിങ്, ഒരു ഹെൽത്തി ഡയറ്റിങ്. ഞാൻ ഇപ്പോൾ പഠിക്കുന്ന ഡയറ്റീഷ്യൻ കോഴ്സാണ്, പക്ഷേ അത് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്ത് നോട്ട്സൊക്കെ കിട്ടിയതേ ഉള്ളൂ. അത് ഇപ്പോൾ ബോണ്, എല്ല്, അതിനെയൊക്കെ പറ്റി പഠിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഫുഡിനെ പറ്റി പഠിച്ചു തുടങ്ങിയിട്ടില്ല. അതല്ലാതെ തൽക്കാലത്തേക്ക് എൻ്റെ ഒരു രീതിയിൽ ഒരു ഡയറ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, രാത്രി വൈകുന്നേരം ഫുഡ് നിർബന്ധമാണ്. കഴിക്കാതെ ഉറങ്ങാൻ പറ്റില്ല. പാതിരാത്രിയോ എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്സോ എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ടൈപ്പും നമ്മുടെ ഇമോഷൻസും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം വേറെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കഴിക്കണതിനും വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ കഴിക്കുന്ന സമയം അല്ലെങ്കിൽ കഴിക്കാൻ നിർബന്ധമായിട്ട് ഫുഡ് കിട്ടണം എന്നുള്ളതൊക്കെ വ്യത്യാസം ഉണ്ടാവാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെയും വൈകിട്ടും കുറച്ച് വർക്കൗട്ട് ചെയ്യാമെന്നാണ്. വർക്കൗട്ട് ജിമ്മിൽ പോയി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ നിർത്തി. എനിക്കത് അത്ര അങ്ങോട്ട് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ നിർത്തി. പോകണം, ജിമ്മിൽ പോയി തുടങ്ങണം. വെയിറ്റ് സ്റ്റക്ക് ആവുന്ന സമയത്ത് പോകണം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഒരു വർഷത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഞാൻ പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടാൻ താല്പര്യമുള്ളവർ എൻ്റെ ഡയറ്റ് ഫോം തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ വണ്ണം കുറയ്ക്കാം, കൂട്ടണം എന്നുള്ളവർക്ക് കൂട്ടാം. കുറയ്ക്കുന്ന വണ്ണം ഒരുപാട് കൂട്ടണം നല്ലതല്ല. അത് വണ്ണം കൂടിയിരിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടറിയാവൂ. അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് കാണിച്ചു തരാം. നമുക്ക് മാർച്ച് 5-ാം തീയതി കണക്കാക്കി വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ബേക്കറി കഴിച്ചേ പറ്റുള്ളൂ. ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ബേക്കറി കഴിക്കണം, അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ രാത്രി ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഡയറ്റ് ചെയ്യാൻ പോകണം. ഇതൊരു ലോങ് പ്രോസസ്സാണ്. എനിക്ക് അത്യാവശ്യമൊന്നുമില്ല, റഷ് ഒന്നുമില്ല, ഹറിബറിയായിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്നുമില്ല. ഒരു 6 മാസം 1 വർഷം എടുത്ത് വെയിറ്റ് കുറച്ചാലും എനിക്ക് നഷ്ടമൊന്നും വരാനില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം എടുത്താണ് കുറയ്ക്കാൻ പോകണം. അതേ നടക്കുകയുള്ളൂ. കാരണം നമുക്കിത് ഒരു ദിവസം കൊണ്ട് കൂടിയ വെയിറ്റ് അല്ല ഒരു ദിവസം കൊണ്ട് കുറയേ. വർഷങ്ങൾ കൊണ്ട് കൂടിയ വെയിറ്റ് മാസങ്ങളെടുത്ത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്, അല്ലാതെ ദിവസങ്ങൾ കൊണ്ട് കുറയ്ക്കണം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അത് നിങ്ങളൊന്ന് അറിയിച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കും ഇതൊരു ഇൻസ്പിറേഷനായിട്ട് ഇവിടെ കിടന്നോട്ടെ വീഡിയോ. അപ്പോൾ 92.7. അപ്പം നമുക്ക് നാളത്തെയും മറ്റന്നാളത്തെയും കൂടെയൊക്കെ നോക്കുമ്പോൾ 93 ആയിട്ട് കൂട്ടാം. 93 kg വെയിറ്റ് ലോസ് ചെയ്യുകയാണ്. ആദ്യം ഒരു 85 ആക്കാം. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യും നിർത്തും. അതുകൊണ്ട് ഇത് സക്സസ് ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മുടെ
ഹെൽത്തിന് സംസാരിക്കുമ്പോൾ ചെറിയ കിതപ്പുണ്ട്, പിന്നെ വണ്ണമുണ്ട്. അപ്പോൾ പടി കയറുമ്പോഴൊക്കെ കിതപ്പുണ്ടല്ലോ വണ്ണം ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും മൊത്തത്തിൽ ഒന്ന് ഹെൽത്തി ആവാനും, പിന്നെ നമുക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാം, അടിച്ചു പൊളിച്ച് നടക്കാം. പിന്നെ ഞാൻ ഡയറ്റീഷ്യൻ കോഴ്സാണ് പഠിക്കുന്നത്. എൻ്റെ അടുത്ത് എനിക്ക് വണ്ണം ഉണ്ടെങ്കിൽ ആരും വന്ന് എൻ്റെ അടുത്ത് വെയിറ്റ് ലോസിന് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത് എനിക്കൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതിന് ആദ്യം ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് വെയിറ്റ് ലോസിന് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് നെസസറി ആണ്, നീഡഡാണ്. അപ്പോൾ ഞാനത് ചെയ്യുവാണ്. ഒരു ഇൻസ്പിറേഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒരു മോട്ടിവേഷനായിട്ട് കിടന്നോട്ടെ.